ഈ യൂട്യൂബും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ കൃഷ്ണകുമാറും ഫാമിലിയും എന്ത് ചെയ്തേനെ? ഇത് ഞാൻ ചോദിച്ച ചോദ്യമല്ല. 2 ദിവസം മുമ്പേ കൃഷ്ണകുമാർ ഇവിടുത്തെ മാധ്യമങ്ങളോട് ചോദിച്ച ചോദ്യമാണ്. ഉള്ളത് പറയാലോ, ഈ ചോദ്യം കേട്ടിട്ട് എനിക്ക് തന്നെ ചിരി വന്ന് പോയി എന്നുള്ളതാണ്. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ 2 ദിവസം മുമ്പ് ഈ പറഞ്ഞ കൃഷ്ണകുമാറിന്റെ ഒരു ഇന്റർവ്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ചാനൽ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ മലയാളം യൂട്യൂബ് ചാനൽ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 മണിക്കൂറിനടുത്ത് നീണ്ടു നിൽക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ് കേട്ടോ. ഇവര് 3 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാണെങ്കിൽ അറിയാലോ, കൃഷ്ണകുമാർ നിലവിൽ ഒരു BJP പ്രവർത്തകനാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മൂപ്പരെ നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്തോ ചെയർമാനായിട്ട് നിയമിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പിന്നോടിയായിട്ടാണ് ഈ ഇന്റർവ്യൂ. അപ്പൊ ആ ഇന്റർവ്യൂവിൽ മൂപ്പര് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഭാവി പദ്ധതികളെ കുറിച്ചും അതുപോലെ തന്നെ ഡൽഹിയിൽ നടക്കുന്ന സമരത്തെ കുറിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മൂപ്പർ അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം പറഞ്ഞു പോകുന്നതിനിടയിൽ റീസെന്റ് മൂപ്പര് കുടുംബവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കോൺട്രവേഴ്സികളെ കുറിച്ച് മൂപ്പര് സംസാരിക്കുന്നുണ്ട്. അറിയാലോ, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കൃഷ്ണകുമാറിന്റെ ഫാമിലി എയറിലാണ്. എന്തെങ്കിലുമൊക്കെ കാരണമായിട്ട് മൂപ്പരുടെ ഫാമിലി ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. ഇതൊരു സ്ഥിരം പല്ലവിയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് മൂപ്പര് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് മൂപ്പര് കുടുംബമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ കോൺട്രവേഴ്സി എല്ലാവർക്കും അറിയാലോ, മറ്റേ അഹാന അമ്മൂമ്മ തെൻവി വിഷയം. അതിപ്പോ ഞാനായിട്ട് ആർക്കും പറഞ്ഞേണ്ട ആവശ്യമില്ല. അഹാന അമ്മൂമ്മയെ തെറി വിളിച്ചതൊന്നും ആരും മറന്നു കാണില്ലല്ലോ അല്ലെ. അമ്മൂമ്മ തിരിച്ചും തന്നെ തെറി വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അഹാന അവകാശപ്പെടുന്നത്. എന്തോ ആയിക്കോട്ടെ. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാർ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് കേട്ടോക്കാം. ഞാൻ ചെറുതിലെ വളരെയധികം പ്രതികരിക്കുന്ന ഒരാളായിരുന്നു. ധാരാളം പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ടിട്ടുണ്ട്. സീരിയൽ മേഖലയിലൊക്കെ എന്നെ വിളിച്ചോണ്ടിരുന്ന ഒരു പ്രശ്നകുമാറിനായിരുന്നു. നല്ല പേര്, പ്രശ്നകുമാർ. വെറുതെ അല്ല മക്കൾ 2 ഇങ്ങനെ ആയി പോയത്. അച്ഛന് അതേ ജീൻ തന്നെയായിരിക്കും മൂത്ത 2 മക്കൾക്ക് കിട്ടിയത്. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. ഏണി വെച്ച് പിടിക്കുന്ന പറയില്ല, മോളിക്കൂർ പോകുന്നൊക്കെ ഈ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈ പ്രശ്നങ്ങളെല്ലാം കാണുമ്പോൾ നടി ശ്രീവിദ്യ ജീവിച്ചിരിക്കുന്ന കാലവും ചേച്ചി ഇങ്ങനെ പലതും ഇങ്ങനെ നോക്കും. എന്നെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരു ദിവസം ചേച്ചി എന്നെ വിളിച്ചു, ഇങ്ങനെ ഉപയോഗിച്ചു, എന്താണ് അതിന്റെ കാരണം, എന്താണ് ഇതിന്റെ കാരണം? ഞാൻ കിച്ചുവിനെ കുറേ നാളായിട്ട് നോക്കുന്നില്ല. പലരോട് ചോദിച്ചപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾ ചെന്ന് ഈ പ്രശ്നത്തിൽ പെടുന്നുണ്ട്. ഞാൻ ചേച്ചി വഴി കിടക്കുന്ന ആൾക്കാരെ പോലും എടുത്തുകൊണ്ട് വണ്ടി ഇടിച്ച് കിടന്നു. അതങ്ങനെ നേച്ചർ. എൻ്റെ അച്ഛൻ അങ്ങനെ, എന്റെ 2ാമത്തെ മോളും അങ്ങനെ. അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് ഒരു കൊല്ലം മുമ്പ് അവിടെ വലിയ ഏണി എടുത്ത് പിടിച്ചു വെച്ചിട്ടുണ്ട്. 2ാമത്തെ മോളെ കുറിച്ച് പറയാത്തതാണ് നല്ലത്. ഏത് ദിയാകൃഷ്ണ എങ്ങനെ കോൺട്രവേഴ്സി ഉണ്ടാക്കുമെന്ന് നോക്കി നടക്കുന്ന ഒരു പെണ്ണാണ്. ഇനിയിപ്പോ ഒരു പ്രശ്നം ഇല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിക്കോളൂ. അത് അങ്ങനെ ഒരു സാധനം ഇഷ്ടമാണ്. കറക്റ്റാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. അച്ഛന്റെ ആ പ്രശ്നകുമാർ എന്ന പേരിന് എന്തുകൊണ്ടും യോജിച്ച മകളാണ് ദിയാകൃഷ്ണ. അല്ല, അച്ഛനാണത് തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും ഞങ്ങൾ ഒരേ പോക്കാം. അപ്പൊ ശ്രീവിദ്യ വിഷയം ഒരു കാര്യം എടുത്ത് പറഞ്ഞു, നമ്മുടെ പ്രവൃത്തി നല്ലതായിട്ടും ആരോപണം വരുന്നുണ്ടെങ്കിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെല്ലാവരും തെറ്റ് ചെയ്തിട്ടുള്ളവരാണ്. മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ തെറ്റ് ചെയ്യാത്തവരില്ല. ഈ തെറ്റുകളൊന്നും ദൈവത്തിന് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമ്മുടെ പ്രവൃത്തി ശരിയായിട്ടും ആരോപണം വരുന്നുണ്ടെങ്കിൽ ആരോപണം ദൈവം തരുന്നൊരു സമ്മാനമാണ്. ആരോപണം നിങ്ങളുടെ ഓറയെ ക്ലെൻസ് ചെയ്തിരിക്കും, നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞത് ഞാൻ എന്നും എന്നെ മനസ്സിൽ വയ്ക്കും. പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ മക്കളോട് പറയും, ആരും റിയാക്ട് ചെയ്യല്ലേ, ആ പ്രശ്നം നല്ലതാണ്. മോളുടെ പ്രശ്നം വന്നു, സംഭവം നല്ലപോലെ കൈകാര്യം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ തന്നെ മോൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നു, നല്ല കാലം തുടങ്ങുന്നത്, പുതിയ സ്ഥാപനം തുടങ്ങുന്നത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ നിങ്ങളുടെ മകളുടെ ബിസിനസിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ. ആ മകൾക്ക് തന്നെ ബിസിനസ് ചെയ്ത കാരണമായിട്ട് പറ്റിക്കപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. എത്ര 69 ലക്ഷം റുപ്യ എങ്ങാനും. മകളുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ തന്നെയാണല്ലോ മകളെ പറ്റിച്ചത്. അതുമായി ബന്ധപ്പെട്ടുണ്ടായ കോൺട്രവേഴ്സികൾ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ എന്റെ ചോദ്യം അതല്ല. മകൾക്ക് ഈ 69 ലക്ഷം രൂപ ലോസ് ഉണ്ടായിട്ടും അതിന്റെ ഒരു സങ്കടമോ വിഷമമോ മകളുടെ മുഖത്ത് ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. അതിനുശേഷം പോലും ചിരിച്ചു കളിച്ചുകൊണ്ടുള്ള വ്ളോഗുകളാണ് മകൾ അപ്ലോഡ് ചെയ്യുന്നത്. അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. എനിക്കെന്തോ അതിൽ നല്ല ഉടായ്പ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ തിരിഞ്ഞു നോക്കുന്ന സമയത്ത്. ഞാനിത് എവിടെയെങ്കിലൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ പറയണമെന്ന് വിചാരിച്ചതാണ്. ഇപ്പൊ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊരു വിഷയം നടന്നു. ചിലപ്പോൾ ഇലക്ഷൻ ഞാൻ സീറ്റ് കിട്ടിയെന്നിരിക്കാം, ഞാൻ തോറ്റെന്നിരിക്കാം. പക്ഷേ ഒരു പാൻ ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ചെയർമാനായിട്ട് വരുന്നു. ഒരു നേരം നമ്മൾ ഉണ്ടായിരുന്നത് ഓറെ ക്ലെൻസ് ചെയ്യുന്നതാണ് നമ്മൾ വിശ്വസിച്ചപ്പോൾ നടന്ന സംഭവമാണ്. ഇപ്പോ വേറൊരു വിഷയം നടക്കുന്നുണ്ട് വീട്ടിൽ. ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും, കുടുംബം ഏറെ നിൽക്കുക. അത് ഞാൻ പറഞ്ഞു, ഇതിന് പ്രതികരിക്കില്ലേ എന്ന് പറയുന്ന ഒരു മോള് പ്രതികരിച്ചു പോയി. അപ്പോഴും ഞാൻ തെറ്റില്ല. കാരണം എൻ്റെ മൂത്ത മോള് പ്രതികരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു അത് ചെയ്യണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ ആംഗിളാണ്. ഇന്ന് എനിക്ക് 58 വയസ്സും അവർക്ക് 30 വയസ്സുമാണ്. ഈ ആദ്യത്തെ പെൺകുട്ടി ജനിക്കുമ്പോൾ പറയും അച്ഛൻ്റെ ഫീമെയിൽ വേർഷനാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ
എന്റെ 30ാമത്തെ വയസ്സിൽ ഞാൻ ചിലപ്പോൾ വീട്ടിൽ കയറി ചവിട്ടി ചുറ്റി കൂട്ടിയനെ. ആ അങ്ങനെ പറ. അച്ഛന്റെ അല്ല മകൾ. അച്ഛൻ ഇങ്ങനെ ചിന്തിച്ചില്ലെങ്കിലും മകൾ ഇതിനപ്പുറം ചിന്തിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്നാലുംല്ലേ അന്ന് അച്ഛൻ പറഞ്ഞത് അഹാനെ കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു ഗതികേട് കുടുംബത്തിന് വരില്ലായിരുന്നു. മര്യാദയ്ക്ക് അച്ഛൻ പറഞ്ഞതും കേട്ട് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ കുടുംബം ഇത്രയും നാർത്തില്ലായിരുന്നു. അന്ന് അഹാനെ പ്രതികരിച്ചതിന് പിന്നാലെയാണ് ഈ കുടുംബം ഇത്രയും നാറിയത്. ഇല്ലെങ്കിൽ മൂപ്പര് പറഞ്ഞ മാതിരി ഓരൊക്കെ കൺസ് ചെയ്ത് വേറെ ലെവലിലേക്ക് കുടുംബം പോയേനെ. അതാണ് എങ്ങനെ വിശ്വാസം. എന്തായാലും ഇങ്ങനെ ആരോപണങ്ങളെയും വിവാദങ്ങളെയും ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ബാക്കി പറന്തായാലും എന്റെ മുടിത്രയിലേ ചെയ്തുള്ളൂ. മാത്രമല്ല എന്റെ ഭാര്യയ്ക്ക് സമാനമായിട്ട് നിങ്ങളുടെ മോള് തന്നെ പറയാമല്ലോ. കാരണം ഞാൻ ഭയങ്കര പ്രതികരണത്തിന്റെ ആളായിരുന്നു. ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ രാവിലെ എന്നും എണീക്കും, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ 2 തവണ നന്ദി പറയും. കാരണം ഇത്രയും സുന്ദരമായൊരു ജീവിതം എനിക്ക് തന്നതിന് അതിയായി നന്ദി പറയും. എല്ലാം ഉണ്ട്, ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. ചിലപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നും ഇയാൾക്ക് ജോലിയില്ല, ഇയാൾക്ക് എന്ത് കിട്ടിയത്. അല്ല, ഈ സമയത്ത് എൻ്റെ ഒരു ശരീരത്തിൽ 10-68 ഓർഗനുകൾ ഞാൻ അറിയാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മക്കൾ ആരോഗ്യത്തിലിരിക്കുന്നു, ഭാര്യ ആരോഗ്യത്തിലിരിക്കുന്നു, ഒരു കൊച്ചുമോനെ കിട്ടിയിരിക്കുന്നു. വളരെയധികം സന്തോഷം തരുന്ന കാര്യം, പറയാൻ അന്തസ്സോടെ പറയാവുന്നൊരു ജോലി തന്നിരിക്കുന്നു. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടനാണ്, അനുഗ്രഹീതനാണെന്ന് കരുതുന്നു. നന്ദി. അവ ചുരുക്കി പറഞ്ഞ കൃഷ്ണകുമാരേട്ടൻ ഒരു നന്മവരം തന്നെ. ഇത്രയും നന്മ നിറഞ്ഞൊരു മനുഷ്യനായിരുന്നല്ലോ ഇത്രയും കാലം എല്ലാവരും കൂടി കല്ലെടുത്തെറിഞ്ഞത്. ഇത്ര തങ്കപ്പെട്ട ഒരു മനുഷ്യൻ അല്ലേ. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ഈ ഫാമിലി നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ മേബി ഒരു 5-6 യൂട്യൂബ് ചാനലുകളും വളരെ മോണിറ്റൈസേഷൻ കിട്ടുന്ന അക്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ. പക്ഷെ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് CJP പ്രൊട്ടസ്റ്റിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കും ദിയാകൃഷ്ണയാണ് തോന്നിട്ട ഒരു സ്റ്റോറി ഒക്കെ ഉണ്ടായിരുന്നു. പ്രൊട്ടസ്റ്റേഴ്സ് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല, അപ്പോൾ എന്റെ പ്രസ്ഥാനം ഇതാണ് എന്ന് പറഞ്ഞൊരു പ്രോ RSS നെഗറ്റീവ് ഉള്ള ഒരു റീലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനും ഈ പറഞ്ഞ പോലെ സൈബർ ബുള്ളിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഫാമിലിക്ക് നേരിടേണ്ടി വരുന്ന സൈബർ ബുള്ളിങ്ങിനെയൊക്കെ താങ്കൾ എങ്ങനെയാണ്? ഇപ്പം വ്യക്തിപരമായുള്ള സൈബർ ബുള്ളിങ് മറ്റൊരു വശമാണ്, ഫാമിലിക്ക് വരുന്ന മറ്റൊരു വശമാണ്. എങ്ങനെയാണ് ഇതിനൊക്കെ ഫേസ് ചെയ്യുന്നത്? കാഴ്ചപ്പാട് ഞാൻ മക്കളോട് പറഞ്ഞു കൊടുക്കും, നമ്മളെ പറ്റി മോശം പറയുന്നവരും നമ്മുടെ ഒരു ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ്. അവരെ നമ്മൾ ഉൾക്കൊണ്ടു പോയേ പറ്റൂ. കാരണം വളരെ രസമായിട്ടേ പറയത്തുള്ളൂ, ഒന്നും കടുപ്പിച്ചും പറയില്ല. ഞാൻ പറയും, ഇപ്പോൾ നീ ഒരു പോസ്റ്റ് ഇട്ടിട്ട് നിന്റെ 100 ഫ്രണ്ട്സിന് നിന്റെ ബന്ധുക്കൾക്ക് അയച്ചിട്ട് പറയും എൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഒന്ന് കാണണേ, ഒന്ന് ഷെയർ ചെയ്യണേ, ഒന്ന് കമന്റ് ഇടണേ. ഒരൊറ്റ ബന്ധു ഒറ്റ സുഹൃത്തും നോക്കത്തില്ല. അതേസമയം നമ്മൾ ശത്രു എന്ന് പറയപ്പെടുന്നത് എനിക്ക് ശത്രുവല്ല, അവരിത് നോക്കും. ദിയ കിട്ടി 19-16 സെക്കൻഡില് 1 22 26 ഇതിങ്ങോട്ട് കുറിച്ച് വെച്ചിട്ട് ഒരു 1000 പേർക്ക് ഷെയർ ഇടാ, അലക്കിക്കോ, അവളുടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇതൊരു 1000 പേർക്ക് ഷെയർ 1000 10,000 ഇങ്ങനെയാണ് വൈറലാവുന്നത്. ആലോചിച്ച് നോക്കിയ ആ വ്യക്തികൾ എൻ്റെ മക്കൾക്ക് എൻ്റെ കുടുംബത്തിന് ഉണ്ടാക്കി തന്ന ഒരു സബ്സ്ക്രിപ്ഷൻ കൂട്ടിയതും വരുമാനം ഉണ്ടാക്കിയതും എല്ലാത്തിനും അവരും കൂടി ഒരു കാരണക്കാരാണ്. ഒന്ന് ശരി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ കുടുംബം ഉണ്ടാക്കുന്ന കോൺട്രവേഴ്സികളെല്ലാം മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണെന്ന് അർത്ഥം. അത് നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ വന്നല്ലോ, സന്തോഷം. ഇപ്പൊ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത്, റീച്ച് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ ഇവരുടെ കുടുംബം എന്ത് ചെയ്യും? സ്വമേധ എന്തെങ്കിലുമൊക്കെ പബ്ലിക്കിൽ വന്ന് പറയും. എന്നാൽ അത് കാരണം മനഃപൂർവ്വം ഒരു കോൺട്രവേഴ്സി സൃഷ്ടിക്കും. എന്നാൽ അതുമായി റീച്ച് കൂട്ടിക്കൊണ്ടുവരും. ഇതാണ് ഇവരുടെ കുടുംബത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ല, കൃഷ്ണകുമാർ തന്നെ സമ്മതിച്ച കാര്യമാണല്ലോ. എന്നാലുംല്ലേ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ എന്നോടൊക്കെ എന്റെ ഉപ്പുമ്മയും പറയാറുള്ളത് എന്താണെന്ന് അറിയാം, മോനെ നീ പ്രശ്നത്തിനൊന്നും പോകല്ലേ, കുടുംബത്തിന് സമാധാനമാണ് വലുതെന്നൊക്കെയാണ്. എന്നാൽ ഇങ്ങനെ മക്കളോട് ഉപദേശിച്ചു കൊടുക്കുന്ന നേരെ തിരിച്ചാണ്. മക്കളെ നിങ്ങൾ ഇടയ്ക്കിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, കുറച്ച് കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടാക്കി, റീച്ച് അങ്ങോട്ട് കൂടട്ടെ, കുടുംബത്തിന് വരുമാനം വരട്ടെ, വീട്ടിൽ ചോറും കഞ്ഞൊക്കെ ഉണ്ടാക്കണ്ടേ, അപ്പൊ പിന്നെ ഇടയ്ക്ക് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കി റീച്ച് കൂട്ടുക എന്നുള്ളതാണ് ഇങ്ങനെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്. ഇത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അച്ഛനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. 4 കോൺട്രവേഴ്സി ഉണ്ടാക്കി കുടുംബം താരേനും വേണ്ടിയില്ല, നമുക്ക് റീച്ച് മുഖ്യപ്പിക്കില്ലേ അല്ലേ കൃഷ്ണകുമാരേട്ട? ഇങ്ങനെ ഒരു തന്തയെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം. വെറുതെ ഇല്ല ദിയാകൃഷ്ണ സ്വമേധയെ എടുക്കെടുക്ക് ഓരോന്നും പറഞ്ഞ് ഏറി കയറുന്നത്. എന്റെ അമ്മായിമ്മ എനിക്ക് അമ്മാന്ന് വിളിക്കാൻ താല്പര്യമില്ല, എന്റെ കുഞ്ഞിനാരും എനിക്ക് എടുക്കുന്ന ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ചിലപ്പോൾ ഈ അച്ഛൻ ഉപദേശിച്ച് കൊടുക്കുന്നതായിരിക്കും. അല്ല ഇങ്ങനെ വർത്താനം കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. 2, ഇത് കുറേ പേര് എഴുതുന്നതുകൊണ്ട് അവർക്ക് കുറേ വരുമാനം കിട്ടുന്നുണ്ട്. എത്ര പേർക്ക് എനിക്കും എൻ്റെ കുടുംബത്തിന് കൊണ്ട് 1000 10,000 വെച്ച് കൊടുക്കാൻ പറ്റും? ഇല്ല. അപ്പോൾ നമ്മളെ പറ്റി എഴുതുന്നവർക്കും വരുമാനം കിട്ടുന്നു, അവർക്കും ഒരു സന്തോഷം, നമുക്കൊരു സന്തോഷം. ആ കാറൊന്ന് തരാവോ, ഒന്ന് നമിക്കാൻ വേണ്ടിയായിരുന്നു. ഇത്ര തങ്കപ്പെട്ട ഒരു മനസ്സിനെ എനിക്ക് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. എങ്ങനെ സാധിക്കുന്നട ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ? കണ്ണി കണ്ടവന്മാരെല്ലാം കുടുംബത്തിലിട്ട് വലിച്ചു കീറിയിട്ടും അവന്മാരോട് നന്ദി പറയുന്ന എന്റെ കുടുംബം കാരണം അവർ ജീവിക്കട്ടെ എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനെ ഈ ലോകത്ത് ഉണ്ടാവുള്ളൂ, അത് കൃഷ്ണകുമാറാണ്. എങ്ങനെ സാധിക്കുന്നട ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ? ജനിക്കുകയാണെങ്കിൽ നിങ്ങളുടെയൊക്കെ മക്കളായിട്ട് ജനിക്കണം. അതാകുമ്പോൾ എത്ര നാറിയാലും നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. എന്നാലും ബാക്കി പറഞ്ഞാട്ടെ. ഒരിക്കലും നെഗറ്റീവായിട്ട് എടുക്കരുത്. ഞാൻ പറയുന്നത് ഇതൊരു വലിയ സംഭവമാണ്. ഇത്രയും പേരില്ലായിരുന്നെങ്കിൽ ഒറ്റ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ യൂട്യൂബ് ഒന്നും ഇല്ലായിരുന്നു ഈ കൃഷ്ണകുമാർ കുടുംബം കൂടി എന്ത് ചെയ്യുമായിരുന്നു? അതൊരു ചോദ്യമാണ്. പിച്ചച്ചട്ടി എടുക്കേണ്ടി വന്നേനെ. എന്തായാലും യൂട്യൂബിൽ എങ്ങനെ നിലനിന്ന് പോകണമെന്നുള്ളത് കൃഷ്ണകുമാറിനും ഫാമിലിക്ക് നല്ലോണം അറിയാം. എവിടെ എന്ത് കൊടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് എത്ര കോൺട്രവേഴ്സികൾ ഉണ്ടായിട്ട് ഇവർ പിടിച്ചു നിൽക്കുന്നത്.
കോൺട്രവേഴ്സി ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല, ഇവർ ഉണ്ടാക്കിയെന്നാണ് പറയാൻ. എന്തായാലും നല്ലൊരു ചോദ്യമാണ് കൃഷ്ണകുമാർ ചോദിച്ചത്. ഇത് നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമാണ്. എന്തായാലും കൃഷ്ണകുമാർ എന്നെ അങ്ങോട്ട് ചോദിച്ച സ്ഥിതിക്ക് ഒന്നും പറയാനില്ല, ബാക്കി പറഞ്ഞിട്ട് എന്തായാലും ഒറ്റ ചോദ്യം, സിമ്പിൾ ചോദ്യം. ഇതൊക്കെ പുറകോട്ട് ആലോചിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ എല്ലാത്തിനും ഒരു കാരണം കാണും. കോവിഡ് എന്ന് പറഞ്ഞൊരു സാധനം പലർക്കും ജീവിതം തുലച്ചുകളാം. ഞങ്ങൾക്ക് ഈ കോവിഡ് ഇല്ലായിരുന്നുണ്ടല്ലോ ഞങ്ങൾ പെട്ടുപോയത്. കോവിഡ് ഈ ബോൺ ഡിസ്ഗൈസ് എന്നൊക്കെ പറയില്ലേ, യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത്. അതുകൊണ്ട് എപ്പോഴും എല്ലാത്തിനും മറുവശമുണ്ട് എന്ന് വെച്ചാൽ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും, വല്ലാതെ ചിലപ്പോൾ അപ്സെറ്റ് ആവുന്ന നിമിഷങ്ങളുണ്ട്. ഇതൊന്നും പറയത്തില്ല, പക്ഷെ അതിനെ ഇമ്മീഡിയറ്റ്ലി മറികടക്കാൻ നോക്കും. ഇമ്മീഡിയറ്റ്ലി കിടക്കുന്നതിന് മുൻപും നമ്മൾ കുറേയധികം കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഭാര്യ പറഞ്ഞ് എനിക്ക് ഭയങ്കരമായ മാനസിക പ്രശ്നമുണ്ടെന്ന് പറയും. കാരണം ഇന്ന് രാത്രി 10 പേരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള പൊളിറ്റീഷ്യൻ ആയിക്കോട്ടെ, ബിസിനസ്സുകാരായിക്കോട്ടെ, ഞാൻ 10 പേരെ മനസ്സിലെടുത്തിട്ട് ഈ 10 പേരോട് ഞാൻ സംസാരിക്കും. അവരെന്നോട് സംസാരിക്കുന്നത് ഞാൻ കേൾക്കും. കാരണം എനിക്ക് ഉയരണം, എനിക്ക് ഏറ്റവും ഉയരത്തിലെത്തണം എന്നുള്ള ആഗ്രഹം. കുറുക്കുവഴികളൊന്നും എനിക്ക് എടുക്കാൻ ഇഷ്ടമല്ല. അതെ, കുറുക്കുവഴികളൊന്നും എടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് 10ാം ക്ലാസ് കോപ്പി അടിച്ച് പാസ്സായ മകളുടെ അച്ഛൻ ഒപ്പ്. ബാക്കി പറഞ്ഞാലും ഞാനും ഭാര്യ 2 ജാതിയിൽ നിന്ന്, എനിക്കത് പറയാൻ താല്പര്യമില്ല, പക്ഷെ എങ്കിലും പറയാം, ഒരു കുഴപ്പമില്ല. എന്റെ മക്കൾ കല്യാണം കഴിച്ചിരിക്കുന്നത്, ഒരാളിപ്പോൾ കല്യാണം കഴിഞ്ഞു, ആ മോള് കല്യാണം കഴിച്ചത് മറ്റൊരു ജാതിയിൽ നിന്ന്. മറ്റൊരു ജാതി എന്ന് പറഞ്ഞാൽ എനിക്ക് ജാതി വ്യത്യാസമില്ല, പക്ഷെ ഇപ്പോൾ അടുത്ത ആൾ കല്യാണം കഴിക്കുന്ന വേറൊരു മതത്തിൽ നിന്നാണ്. എനിക്കിതൊന്നും വിഷയമില്ല. എന്റെ വീട്ടിനകത്ത് സർവ്വ സംഭവങ്ങളും ഉണ്ട്. അതൊക്കെ ശരിയന്നെ. നിങ്ങൾ സ്വന്തം ജാതിന്നോ അന്യ ജാതിന്നോ അതല്ലെങ്കിൽ സ്വന്തം മതത്തിന്നോ അന്യ മതത്തിന്നോ എവിടെ നിന്ന് വെച്ചാൽ കെട്ടിക്കോ. പക്ഷെ നിങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ദയവ് ചെയ്ത് നിങ്ങളുടെ മൂത്ത മകനുണ്ടായ ഗതികേട് മറ്റുള്ള മരുമക്കൾക്ക് വരുത്തരുത്. ഇനി കയറി വരാൻ പോകുന്ന മരുമക്കൾക്ക് വരുത്തരുത്. കാരണം വേറൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ മൂത്ത മകന് ഇപ്പൊ ആൾക്കാർ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയോ? പെൺകോന്തനെന്ന്. ആ പേരിന് ദയവ് ചെയ്ത് ഇനി കയറി വരാൻ പോകുന്ന മരുമക്കൾക്കും കൂടി ചാർത്തി കൊടുക്കരുത്. അല്ലാതെ കാണുമ്പോ സങ്കടമുണ്ട്, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഇടയിൽ കൂടെ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ കേട്ടോ. കൃഷ്ണകുമാരേട്ടൻ ബാക്കി പറഞ്ഞാട്ടെ. 4 പെൺകുട്ടികളാണ്. അവര് 4 പേരും വളരെ സ്ട്രോങ് വ്യക്തിത്വമുള്ള 4 പേരാണ്. അവർക്ക് ഫുൾ ഫ്രീഡം ഉണ്ട്. ആ രീതിയിലൊരു വളരെ നല്ലൊരു അച്ഛനായിട്ട് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരാൾ കൂടിയാണ്. എങ്ങനെയാണ് ഈ ഫാമിലിയിൽ ഒരു ഡൈനാമിക്സ് എങ്ങനെയാണ്? പണ്ടേ ഇങ്ങനെയാണോ അതോ മക്കളായിട്ട് മാറ്റിയെടുത്തതാണോ? 2 തരത്തിലും പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഓരോ രീതികളുണ്ട്. നമ്മൾ വളർന്ന രീതികൾ, നമ്മുടെ അച്ഛനമ്മമാരെ കണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമ്മൾ പലരുമായിട്ട് കണ്ടുവരുന്നതും. പിന്നെ സ്വാഭാവികമായിട്ടും അവർ നമ്മളെ മാറ്റുമല്ലോ. എന്നാൽ ഞാൻ തമാശ രൂപത്തിൽ പറയും, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ച വളരെ വൈകിയാണ്. എൻ്റെ അച്ഛന് 43 വയസ്സും അമ്മയ്ക്ക് 40 വയസ്സുമായിരുന്നു കല്യാണം കഴിച്ചപ്പോൾ. ഞാൻ ജനിക്കുമ്പോൾ 46ഉം 43ഉം ആയിരുന്നു. ഞാൻ എൻ്റെ അമ്മയെ, ഒരു ചെറുപ്പക്കാരെ അമ്മയെ കണ്ടിട്ടേ ഇല്ല. അന്ന് ഈ കളറിംഗ് ഒന്നും ഇല്ലല്ലോ. നമ്മളൊക്കെ ഞാനൊക്കെ എൻ്റെ പച്ചയില നിൽക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ പ്രായമായ അച്ഛനമ്മയും കണ്ടു വളർന്നു. അമ്മ പിന്നെ എന്നെ അങ്ങനെ കെട്ടിപ്പിടിച്ച് മോനെ കൂട്ട അങ്ങനത്തെ ഒന്നുമില്ല, പേര് വിളിക്കത്തുള്ളൂ. അങ്ങനെ വളർന്നു വന്നപ്പോൾ എനിക്കൊരു ചേട്ടനാണ്. ചെറുപ്പക്കാരികളെ, സ്ത്രീകളെയും കണ്ടിട്ടില്ല. സ്ത്രീകളോട് എനിക്ക് സംസാരിക്കാൻ അറിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് സ്ത്രീകളുടെ കൂടെ ഇരിക്കാനൊക്കെ. അങ്ങനെ സ്ത്രീകളെ പറ്റി എനിക്ക് ഒന്നും അറിവില്ലായിരുന്നു. പക്ഷേ ഒരു 32 വർഷം മുമ്പ് സിന്ധുവുമായിട്ട് ബന്ധം വരുന്നു, അത് കല്യാണമാവുന്നു, 4 പെൺകുട്ടികൾ വരുന്നു. 32 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കിന്ന് പുരുഷന്മാരെ പറ്റി ഒരു വസ്തു അറിയത്തില്ല. കംപ്ലീറ്റ് സ്ത്രീകളുടെ എന്ത് കാര്യം ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അത്ര പവറാണ് സ്ത്രീകൾക്ക്. ഇൻഫ്ലുവൻസ് ഇപ്പോൾ എന്നെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തോളാം. അതുകൊണ്ട് അവരുടെ ഇൻഫ്ലുവൻസ് അസാമാന്യമായ ഇൻഫ്ലുവൻസ് ആണ്. എനിക്ക് അവർ പറയുന്നതൊക്കെ ശരിയായിട്ട് തോന്നാറുണ്ട്. ഇത് അവരെ കണ്ട് നിങ്ങൾ മാറിയതല്ല, നിങ്ങളെ മക്കൾ മാറ്റിയെടുത്തതാണ്. മക്കൾ പറയുന്നത് മാത്രമാണ് ശരി എന്നൊരു തന്ത വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ അത് മക്കൾ തന്തയെ മാറ്റിയെടുത്തതാണെന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി. എന്തായാലും കൊള്ളാം, മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന തന്ത, അങ്ങനെ വേണം പറയാൻ. ബാക്കി പറഞ്ഞിട്ട് എന്തായാലും ഇപ്പോൾ വസ്ത്രധാരണം പലരും പറയും, പക്ഷെ പറയാം മക്കളുടെ ആ പരിപാടി ശരി, ഇത് ശരിയല്ല. ഞാൻ സുഹൃത്തെ, എനിക്ക് ബുദ്ധിമുട്ടില്ല, എൻ്റെ മക്കൾക്ക് ബുദ്ധിമുട്ടില്ല, നിങ്ങളെ ബുദ്ധിമുട്ടുണ്ട്, ടെൻഷൻ അടിക്കാതിരിക്കൂ. അതൊക്കെ അത്ര ഉള്ളൂ. എന്ത് ധരിക്കണം ധരിക്കേണ്ട എന്നുള്ളത് ഓരോരുത്തരുടെ വ്യക്തി താല്പര്യമാണ്. അതിലൊക്കെ നമ്മൾ 100% കൃഷ്ണകുമാരട്ടന്റെ കൂടെയാണ്. പക്ഷെ ഇളമകളുടെ ഇൻസ്റ്റാഗ്രാമിൽ തുണയിച്ചാടുന്ന പരിപാടി ഉണ്ടല്ലോ, അതിലൊക്കെ ഒരു കടിഞ്ഞാടുന്ന എന്തുകൊണ്ട് നല്ലതായിരിക്കും. അല്ല, മക്കൾ എന്ന് പറയുമ്പോൾ അവര് മനുഷ്യന്മാരാണല്ലോ, ദൈവങ്ങളൊന്നും അല്ലല്ലോ. അവർക്കും തെറ്റുകൾ പറ്റാം. അത്തരം സാഹചര്യങ്ങളിൽ അവർ തിരുത്തി കൊടുക്കേണ്ടത് അച്ഛനമ്മമാരാണ്. അല്ലാതെ അവരെന്ത് ചെയ്താലും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന രീതി ഒട്ടും ശരിയല്ല. നിങ്ങൾ അങ്ങനെ ആവണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ കൃഷ്ണകുമാരേട്ട, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ പബ്ലിക്കിൽ വന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് പറയാനുള്ളത് നമ്മളും പറയും, അത്രേ ഉള്ളൂ. ബാക്കി പറഞ്ഞാട്ടെ. ഓരോരുത്തരുടെ ഇപ്പൊ ഈ സ്വാതന്ത്ര്യം ഞാൻ കൊടുക്കാൻ എൻ്റെ എല്ലാവരുടെ സ്വാതന്ത്ര്യം ഇരിക്കുന്നത്, പക്ഷെ ഞാൻ ഒരിക്കലും കേട്ടേരിക്കാറില്ല. അത്രേ ഉള്ളൂ എൻ്റെ വിഷയം. കാരണം സൈസ് കൊണ്ട് അവർ ചെറുതാണെങ്കിലും, എനിക്കിപ്പോൾ കുഞ്ഞാണല്ലോ, പക്ഷെ അവരുടെ ഈ സോൾ എന്ന് പറഞ്ഞത് എന്നെക്കാൾ യാത്ര ചെയ്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ഹൻസിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ചെറുപ്രായത്തിൽ അവൾക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു. വളരെ നീണ്ട കാലം ആശുപത്രിയും മറ്റുമായിട്ട് കഴിഞ്ഞത്. പക്ഷെ അവൾ ആ മരുന്നുകൾ ഡോക്ടർ കൊടുക്കുമ്പോൾ വായി വയ്ക്കാൻ പറ്റാത്ത സംഭവങ്ങളായിരുന്നു. അവളത് എൻജോയ് ചെയ്ത് കഴിക്കും. അപ്പോഴേ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, വായി വയ്ക്കാൻ കൊള്ളാത്ത മരുന്ന് ഡോക്ടറുമായിട്ട് ഭയങ്കര അടുപ്പം 1.5 വയസ്സിൽ തുടങ്ങിയ ഇഷ്യൂ ആണ്.
പക്ഷെ അവളുടെ ആത്മാവ് ഞാൻ ഇങ്ങനെ നോക്കും, ഓരോരുത്തരും ഇങ്ങനെ നോക്കുമ്പോൾ എന്നേക്കാൾ യാത്ര ചെയ്തവരാണ്, എന്നേക്കാൾ അറിവ് അവർക്ക് ധാരാളം ഉള്ളവരാണ്. അവരുടെ കൂടെ ഒത്തുപോവുക മാത്രമല്ല, ഇതിനു മുമ്പ് പലവട്ടം പറഞ്ഞതാണ്, ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ചേരുമ്പോഴാണ് കുട്ടികളുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഈ ലൈഫ് എവിടെ നിന്ന് വരുന്നു നമുക്കറിയില്ല. ഇത് നമ്മളാണോ അവരെ ചൂസ് ചെയ്തോ, അവർ മുകളിൽ നിന്ന് നമ്മളെ ചൂസ് ചെയ്ത് നമ്മുടെ കൂടെ വന്നതാണോ എന്ന് നമുക്കറിയില്ല. അപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്നിടത്തോളം കാലം പരമാവധി വഴക്ക് കൂടും കേട്ടോ, അല്ല ചീത്ത വിളിക്കാൻ നടക്ക വേറെ കാര്യം. പക്ഷെ എങ്കിലും പരമാവധി സമയം നല്ലതുപോലെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്കും സമാധാനം, അവർക്കും സമാധാനം. കാരണം ഇത്രയും കാലം അവരുടെ കൂടെ ജീവിക്കാൻ പറ്റി, അവരിലൂടെ ഒരു കൊച്ചു മോനെ കിട്ടുന്നു, അവനാണെങ്കിൽ നമ്മുടെ അടുത്ത് അസാമാന്യമായ ബന്ധം, ഇതൊരു ഭയങ്കര ആത്മബന്ധം പോലെ. അപ്പോൾ അവരെനിക്ക് എപ്പോഴും സന്തോഷമേ തന്നിട്ടുള്ളൂ, പ്രശ്നങ്ങളെ കാണാറില്ല. അപ്പോൾ ഇങ്ങനെ പോകാനാണ് ഇഷ്ടം. ചിലപ്പോൾ അവർ മാറ്റിയതാണോ ഞാൻ മാറിയതാണോ ഒന്നും എനിക്കറിയില്ല. അങ്ങേയറ്റം സന്തുഷ്ടമായ 5 പേരുടെ കൂടെ പോകുന്നു. അതെന്താ കൃഷ്ണകുമാരേട്ട മക്കളെ കുറിച്ച് പറയുമ്പോൾ 5 ആൾക്കാരെ കുറിച്ച് മാത്രം പറയുന്നത്? മരുമകനായിട്ട് വന്ന 6-ാമനൊരു സ്ഥാനമില്ലേ? അല്ല, പൊതുവെ നിങ്ങൾ അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കുന്നില്ല എന്നുള്ളൊരു പരാതി പൊതുവെ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ മക്കൾ അടിപൊളിയാണ്, ടോപ്പാണ്, അതൊക്കെ സമ്മതിച്ചെന്ന്. പക്ഷെ നിങ്ങൾ ഈ പബ്ലിക്കിന് മുന്നിൽ നിങ്ങളുടെ മരുമക്കളോട് കാണിക്കുന്ന വേർതിരിവ് അത് പറയാതെ വയ്യ. മരുമക്കളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തി താല്പര്യമാണ്. നിങ്ങൾക്ക് മരുമക്കൾക്ക് വലിയ സ്ഥാനം കൊടുക്കാം, പട്ടി വില കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ താല്പര്യം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ നിങ്ങൾ ഈ മരുമക്കൾക്ക് പട്ടി വില കൊടുക്കുന്നത് പബ്ലിക്കിനും കൂടി കാണിക്കുമ്പോഴാണ് പ്രശ്നം. കാരണം നിങ്ങളുടെ വീട്ടിലേക്ക് മരുമക്കളായി വരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാളെ സമൂഹത്തിന് മുന്നിൽ ജീവിക്കേണ്ടതാണ്. നിങ്ങൾ അവരോട് കാണിക്കുന്ന വേർതിരിവ് പബ്ലിക്കിലും കൂടി വന്ന് കാണിക്കുമ്പോൾ അവർക്ക് നാളെ സമൂഹത്തിന് മുന്നിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. നാളെ അവർ പബ്ലിക്കിന് മുന്നിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് പെൺകൊന്ന എന്നുള്ള പേര് നിരന്തരമായി കേൾക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളോട് കുടുംബത്തോട് എനിക്കൊരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ ഈ മരുമക്കളോടുള്ള വേർതിരിവ് പബ്ലിക്കിൽ വന്ന് കാണിക്കരുത്. ആ പാവ അശ്വിന്റെ അവസ്ഥ ആലോചിച്ചിട്ട് പാവം തോന്നുന്നു, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും കൊള്ളാം, ഇങ്ങനെയുടെ വർത്തമാനം കേട്ടിരിക്കാൻ നല്ല രസം കിട്ടോ. അത് കേട്ടപ്പോൾ നിങ്ങളോട് കൂടി കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ. കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.